അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ഞാനതിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു ചെറിയ സവാള കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ സവാള വരും ഇത്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് 4-5 പീസ് വെളുത്തുള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് മാവാണ്. നമുക്ക് ഏത് മാവ് വേണമെങ്കിലും എടുക്കാം, പ്രശ്നമില്ല. ഞാൻ ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടെക്സ്ചറിലാണ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനുള്ളത്. കുറച്ച് കട്ടിക്കാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്തൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഇതിനിടയിൽ നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയുടെ ബാറ്റർ ദോശ ഒഴിക്കുന്ന കണക്ക് തന്നെയാണ് ഇത് ഒഴിച്ചെടുക്കുന്നത്. കുറച്ച് കട്ടിക്കാണ് ഇത് ഒഴിക്കുന്നത്. ഒരുപാട് ലൂസായിട്ട് നമുക്കിത് എടുക്കണ്ട. ഒരു സൈഡ് ഒന്ന് പൊള്ളി വരുമ്പോഴത്തേക്ക് നമുക്ക് മറു സൈഡ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 2 സൈഡ് നമുക്ക് മാറി തിരിഞ്ഞ് ഇതൊന്ന് ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ്. നമുക്ക് ചട്ടിനിയുടെയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. സോസും കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.